നമസ്കാരം. വീണ്ടും പുളിയറക്കോണത്തെത്തി മിയാവാക്കി വനത്തിൻ്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ വളരെ ഓരോ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ, വളരെ കാലമായി പ്രവർത്തിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ. അപ്പോൾ പലപ്പോഴും അവരിൽ പലരും സംസാരിക്കാൻ വിമുഖരാണ്. അവർ കൂടുതലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി അത് പൂരിപ്പിക്കാനൊക്കെ ശ്രമിക്കും. പലപ്പോഴും കമൻസ് വരാറുണ്ട്, താങ്കളൊന്ന് ദയവായും ഉണ്ടായിരിക്കണം, അവർ പറയുന്ന കേൾക്കട്ടെ എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് ഇന്നും ശ്രീ സതീഷ്. സതീഷ് അങ്ങനെ അധികം സംസാരിക്കാറില്ല, പക്ഷേ സതീഷിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണ്. സതീഷ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഗൈഡായിട്ടും ഡ്രൈവറായിട്ടും ഒക്കെ പ്രവർത്തിക്കുകയായിരുന്നു. അവിടെ സ്വന്തമായിട്ടൊരു ടൂർ കമ്പനി തുടങ്ങി. അതൊന്നുമല്ല, സതീഷിൻ്റെ സവിശേഷത, അദ്ദേഹത്തിന് ഏതാണ്ട് 600 ഇനം പക്ഷികളെ വരെ തിരിച്ചറിയാൻ പറ്റും. അത് കേരളം മുതൽ ഹൈദരാബാദ് വരെയുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം ടൂർ ഗ്രൂപ്പുകളെ കൊണ്ടുപോകാറുണ്ട്. പക്ഷി നിരീക്ഷകനാണ്. സ്വന്തം എഫേർട്ട് കൊണ്ട്, സ്വന്തം പ്രയത്നം കൊണ്ട് പക്ഷി നിരീക്ഷണത്തിൽ വൈദഗ്ധ്യം നേടിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പക്ഷികളെ തിരിച്ചറിയാവുന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഓരോ ഇനം പക്ഷികൾക്കും വേണ്ട കൂടുകൾ അദ്ദേഹം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു. ഈ കൂടുകൾ ഇപ്പോൾ നമ്മൾ വ്യാപകമായിട്ട് പാർക്കുകളിലും മറ്റും വെക്കാൻ നോക്കുകയാണ്. അതിനൊരു സാങ്കേതിക പ്രശ്നം, അദ്ദേഹം രൂപകൽപ്പന ചെയ്ത കൂടുകളെല്ലാം തടി കൊണ്ടുള്ളതാണ്. അപ്പോൾ തടിയാകുമ്പോൾ അതിന് ഭാരം കൂടുതലാണ്, ചിലവും കൂടുതലാണ്. അല്പം ചിലവ് കുറച്ച് ഫൈബറിൽ ഇത് ചെയ്യാമോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രീ സതീഷിനെ ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം. സതീഷ്, ഈ പക്ഷി നിരീക്ഷണം ഇതുപോലുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പം എൻ്റെ അറിവിൽ ഒരു 18 വർഷമായി. 18 വർഷമായി. ഈ 18 വർഷം കൊണ്ടാണ് ഈ 600 പക്ഷികളെക്കുറിച്ച് പഠിച്ചത്, അപ്പോൾ അതിനു മുമ്പ് പക്ഷികളെക്കുറിച്ച് അറിയാമായിരുന്നോ? ഇല്ല, അതിനു മുമ്പേ എനിക്ക് കാടും പക്ഷികൾ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും എനിക്ക് വളരെ ഇഷ്ടമാണ്. എങ്കിലും പക്ഷികളെയാണ് ഞാൻ കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചത്. ഈ അടുത്തറിയാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ മറ്റുള്ള ജീവജാലങ്ങളെയും കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പക്ഷികൾ മാത്രമല്ല, കുറച്ച് അല്ലാതെ നമ്മുടെ ബട്ടർഫ്ലൈസ്, ഡ്രാഗൺ ഫ്ലൈസ്, പിന്നെ നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന പലതരത്തിലുള്ള പറക്കാൻ കഴിയുന്ന ജീവികളും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. എങ്കിലും പക്ഷി നിരീക്ഷണമാണ് ഞാൻ എൻ്റെ ഒരു പ്രൈം ഫോക്കസ് എന്നുള്ളത് ചെയ്യുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരം തൊട്ട് ഹൈദരാബാദ് വരെ ഇപ്പോൾ യാത്രക്കാരെ കൊണ്ടുപോകുന്നില്ല, അതോ ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോകുന്നുണ്ടോ? അല്ല, ഇന്ത്യക്ക് പുറത്തുനിന്ന് ശ്രീലങ്കയിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ കടൽ നമ്മൾ ആൻഡമാനിൽ ഒത്തിരി ബേഡിങ് ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാറുണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യയാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നോർത്തിൽ ചില പാർട്ടിലൊക്കെ ഇടയ്ക്ക് ഗ്രൂപ്പിനെ കൊണ്ടുപോകാറുണ്ട്. ഇനി വരുന്ന വർഷം, അതായത് 2025 കൂടി ഒരു 3-4 ഗ്രൂപ്പ് ഞാൻ നോർത്തിൽ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ആൾറെഡി അസൈൻമെൻ്റൊക്കെ വന്ന് അതെല്ലാം കൺഫേം ആയിരിക്കുകയാണ്. നോർത്തിൽ ചെയ്യുന്നുണ്ട്. നോർത്തിൽ വലുതായിട്ട് ചെയ്യാമല്ലോ, പക്ഷേ എങ്കിലും ഈ വരും വർഷങ്ങളിൽ കൂടുതൽ ആ ഒരു ഏരിയയും കൂടെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ സ്ഥലത്താണ്, ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ സ്ഥലത്താണ് ഈ പക്ഷി നിരീക്ഷണത്തിന് പോകുന്നത്? കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും, അതായത് കേരളം നമ്മൾ ഇപ്പം പക്ഷി സങ്കേതമായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളും ഉണ്ട്, അല്ലാതെയും ഒരുപാട് ഫോറസ്റ്റ് ഏരിയകളുണ്ട്. അവിടെ എല്ലാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എത്ര വനമേഖലകളുണ്ടോ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഞാൻ പക്ഷി നിരീക്ഷകരെ കൊണ്ടുപോകാറുണ്ട്. പക്ഷി നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിദേശികളായ ഒരുപാട് ടൂറിസ്റ്റുകളെ ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വ്യത്യസ്ത തരങ്ങളുള്ള പക്ഷികളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ജോലി. ഇതിൽ ഏറ്റവും വലിയ ജോലി എന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാര്യം എൻ്റെ ഹോബിയാണ് എൻ്റെ ജോലി. അപ്പം ഞാൻ ഇതിൽ കൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഗസ്റ്റിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അവരെ പോലെ ഒരു ടൂറിസ്റ്റായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതായത് അവരുടെ ചെലവിൽ തന്നെയാണ് ഞാൻ എൻ്റെ പക്ഷി നിരീക്ഷണം നടത്തുന്നത്. കാര്യം ഞാൻ ഇവരെ കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് പക്ഷി നിരീക്ഷണം കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതും പഠിക്കാനും പറ്റുന്നുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നു. അതുകൊണ്ട് എനിക്ക് മാക്സിമം ഒരുപാട് ബേഡ്സിനെ അവർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഞാനിപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഈ മഞ്ഞക്കിളി സാധനം, റോസ് നിറമുള്ള ചുണ്ടും. അതെ, ഒറിയോൾസ് നമുക്ക് റെസിഡൻ്റ് ആയിട്ടുള്ളത് ബ്ലാക്ക് ഹുഡഡ് ഒറിയോളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗോൾഡൻ ഒറിയോളുണ്ട്, ബ്ലാക്ക് നേപ്പിഡ് ഒറിയോളുണ്ട്. ഇതെല്ലാം നമുക്ക് എല്ലാ വർഷത്തിലും ഒരു പ്രത്യേക സമയ കാലഘട്ടങ്ങളിൽ വന്നിട്ട് അത് പോകുന്ന പക്ഷികളാണ്. നമ്മളതിനെ വിന്റർ വിസിറ്റ്, അത് കൂടുതലും നോർത്ത് ഈസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ബേഡ്സുകളാണ്. അതായത് ഈ ഗോൾഡൻ ഒറിയോളും ബ്ലാക്ക് ഹുഡ് ഒറിയോ റെസിഡന്റ് ബേഡാണ്. ഇത് ഈ ബ്ലാക്ക് നൈപ്പിഡ് ഒറിയോളൊക്കെ വരുന്നത് അങ്ങനെ നമ്മുടെ ഈ മാർച്ച് സമയത്തൊക്കെ അല്ലേ വരുന്നത്? ഈ സമയത്തൊക്കെ ഉണ്ട്, ഫോറസ്റ്റ് ഏരിയയിൽ പോയി കാണാൻ പറ്റും. ഇപ്പൊ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഇന്നലെ ഒരു ചെറിയ
ഒരു യാത്ര നടത്തിയായിരുന്നു. അതായത് ശിവാനന്ദ ആശ്രമം വരെ ഒന്ന് പോയിരുന്നു. ആ സമയത്ത് അവിടെ വെച്ച് ഞാൻ ഈ ഗോൾഡൻ ഒറിയോളിനെ കണ്ടായിരുന്നു. ബ്ലാക്ക് നേപ്പിഡ് ഒറിയോളിൻ്റെ ഒരു കോൾ കിട്ടി, പക്ഷേ ബേഡ്സിനെ കാണാൻ പറ്റിയില്ല. ബേഡ്സ് അവിടെ ഉണ്ട്, ഉറപ്പാണ്. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഞാൻ കോട്ടയത്ത്, എൻ്റെ വീട് കോട്ടയത്തായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ ചെറുപ്പത്തിൽ ഈ മഞ്ഞക്കിളിയെ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ മഞ്ഞക്കിളിയെ കാണാലോ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് തന്നെ ഓണത്തിന് വള്ളപ്പാട്ടുകളുണ്ട്. പക്ഷെ ഞാൻ അതിനുശേഷം ഈ തിരുവനന്തപുരത്ത് വന്ന ശേഷം ഇതിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പാലക്കാടായിരുന്നു. എൻ്റെ ഒരു ഗുരു പോലെ ഒരാളുണ്ട്, കെ കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സമയത്ത് അവിടെ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ വീട്ടിൽ ഒരു വലിയ, അതിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു ആല് നിൽപ്പുണ്ട്, വളരെ വലിയൊരു ആല്. സാധാരണ ആരും അങ്ങനെ പറമ്പിലൊരു ആല് നിർത്തി, അത്ര വലിയൊരു ആലുണ്ട്, അവർ ആ കുടുംബത്തിൻ്റെ ഫ്രണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ വലിയൊരു മഞ്ഞക്കിളി അവിടെ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് തെക്കൻ സൈഡിൽ കാണുന്നില്ല, ഇനിയിപ്പോൾ അത് വടക്ക് എന്നുള്ള ഇതാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്നതാണെന്നുള്ള അല്ല, ആൽമരം എന്ന് പറയുന്ന സമയത്ത് ഇത് പ്രത്യേകിച്ച് ഒരു പൂക്കുന്ന കാലത്തും ഈ വേനൽക്കാലം കഴിഞ്ഞ് പുതിയ തളിര് ഇലകൾ വരുന്ന സമയത്തും ഒരുപാട് ഇൻസെക്ട്സുകൾ അതിനകത്ത് വരാറുണ്ട്. ആ സമയത്ത് ഈ മഞ്ഞക്കിളിയെ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കും. കാര്യം വളരെ കളർഫുള്ളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അതിനെ കാണാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ മഞ്ഞക്കിളി മാത്രമല്ല, വേറെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേഡ്സിന് നമുക്ക് ആ മരങ്ങളിൽ കാണാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സമയം ചിലവെടുത്തുകൊണ്ട് അതിൻ്റെ മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് നിരീക്ഷണം നടത്തിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മഞ്ഞക്കിളി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് പെട്ടെന്ന് എവിടെ നിന്നാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാര്യം അതിൻ്റെ വളരെ റിഫ്ലക്റ്റീവായിട്ടുള്ള കളർ ആണ് പ്രധാന ഘടകം. അതുകൊണ്ട് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ വളരെ നൈസായിട്ടുള്ള കോളുണ്ട്. ആ കോൾ വെച്ച് നമുക്ക് പെട്ടെന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരു സ്ഥിരം കേൾക്കുന്നില്ല, ഒരു വ്യത്യസ്തപരമായിട്ട് അത് കാരണം അത് ഒരു ഈ ടൈപ്പിൽ വിളിക്കുന്നത് മെയിനായിട്ടും ഈ ബ്ലാക്ക് ഹുഡഡ് ഒറിയോള്. അത് വേറെയും തരത്തിൽ വിളിക്കും. പക്ഷേ എങ്കിലും എനിക്ക് ഇപ്പം ഞാൻ ചെയ്ത കോളാണ്, എനിക്ക് ഇമിറ്റേറ്റ് ചെയ്ത കോളാണ് കൂടുതൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഒരു കാര്യം ഞാൻ ചോദിച്ചു, ഇപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് വീടിന് ചുറ്റും പക്ഷി വേണമെന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഈ മരത്തരം വെച്ച് തന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കുറേ പക്ഷി വേണമെന്നുള്ള ഇതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കൊണ്ട് തന്നെ പൂച്ച ഇവിടെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ഞാൻ സിറ്റിയിലെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ പൂച്ച വന്നു തുടങ്ങിയ കഴിഞ്ഞാൽ പക്ഷികളെല്ലാം വരാതായി. അത് ശരിയാണ്. പൂച്ച ഉണ്ടെങ്കിൽ വരാൻ പേടിക്കും. അത് ഉറപ്പാണ്. അണ്ണാനും വരാറില്ലായിരുന്നു, കാരണം അണ്ണാനെ ഇത് പൂച്ചയുടെ കയറി പിടിക്കും, അങ്ങനെ വരുമായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾക്ക് വീടിന് ചുറ്റും കുറേ പക്ഷി വേണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അവരോട് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാൻ? അതായത് നമുക്ക് അതിന് വീടിൻ്റെ പരിസരത്ത് റെസിഡന്റ് ബേർഡ്സ്, അതായത് ബാക്ക് യാർഡ് ബേർഡ് വാച്ചിങ് നമ്മൾ പറയുന്നത്, ബാക്ക് യാർഡ് പക്ഷി നിരീക്ഷണം, വീടിൻ്റെ ചുറ്റുവട്ടത്ത് നമുക്ക് പക്ഷി നിരീക്ഷണം നടത്താൻ പറ്റും. പക്ഷികൾ ഏതൊക്കെയാണ് വരുന്നതനുസരിച്ച് നമുക്ക് കൂട് വയ്ക്കാം. ചില ആൾക്കാർ പറയും ഈ കൂട് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയെയും അതിൻ്റെ ഒരു സ്വഭാവ രീതിയും മാറ്റിക്കളയൂലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വയ്ക്കുന്ന കൂട്ടിനകത്ത്, അതായത് മരങ്ങളിൽ മരപ്പൊത്തുകളിൽ കൂട് വയ്ക്കുന്ന പക്ഷികളുണ്ട്. ആ പക്ഷിയാണ് നമ്മൾ കൂടുതലും ഈ കൂട് വെച്ച് താമസിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതുള്ള പക്ഷികൾ ഒരിക്കലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടി കയറൂല. ഈ മരപ്പൊത്തിനകത്ത് കൂട് വയ്ക്കുന്ന പക്ഷികൾ ആ കൂട്ടി കയറും. അങ്ങനെയുള്ള പക്ഷികളെ നമുക്ക് ഏതൊക്കെയാണ് മരപ്പൊത്തി കൂട് വെക്കുന്നത്? അതായത് നമുക്ക് നമ്മുടെ മരപ്പൊത്തിൽ കൂട് വയ്ക്കുന്ന ഈ വൈറ്റ് ചെക്ക് ബാർബറ്റ് ഉണ്ട്, പിന്നെ ഈ പച്ചില കൊടുക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ഈ ഭാഗത്ത്. ഞാൻ ഇന്ന് തന്നെ ഈ മിയാവാക്കി ഫോറസ്റ്റ് നിൽക്കുന്ന സമയത്ത് എനിക്ക് കാലത്തിന് ഒരുപാട് ബേർഡ്സിന്റെ കോൾസ്, ഇങ്ങനെയാണ് അതിന്റെ കോള്. ആ ഒരു കോളിലാണ് അത് വിളിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ള ഒരു സാധനം ഓലഞ്ഞാലിയാണ്. ഓലഞ്ഞാലി ട്രീപ്പായി എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബേർഡ്സ് ആണ്. സ്കൂളിൽ സൗത്ത് ഇന്ത്യയിൽ കാണുന്നതും നമുക്ക് ഫോറസ്റ്റ് സൈഡിനെക്കാട്ടിലും കൂടുതലും റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആ പക്ഷിയെ കണ്ടുവരുന്നത്. അത് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. അതിനെ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ ഒരു കോള്, ഇങ്ങനെ ഒരു കോളുണ്ട്. ആ കോള് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ആ പക്ഷി എൻ്റെ അടുത്ത് വരാറുണ്ട്. എനിക്ക് ആ പക്ഷിയെ നിരീക്ഷിക്കാറുണ്ട്. വളരെ നല്ലൊരു ബേർഡാണ്. ഇല്ല, അത് ഒരുപാട് സമയം ഡിസ്റ്റർബ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഡിഫറെന്റ് വേയിൽ നമ്മൾ നോക്കണമെങ്കിൽ ഇതൊരു ടൈപ്പ് ഓഫ് ചീറ്റിംഗ് ആണ് അങ്ങനെ ഒരു കോൾ കിട്ടുന്നത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ അടുത്ത് കാണാൻ വേണ്ടി, കാര്യം കൂടെ വരുന്ന ആൾക്കാർ കൂടുതലും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന വിദേശികളാണ്. ഈ വിദേശികൾ ഒരുപാട് കാശുകൾ മുടക്കി ഇവിടെ വരുന്ന സമയത്ത് കിട്ടുന്ന കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം ബേർഡ്സിനെ കണ്ടിട്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം.
ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകും. അത് നമ്മൾ പൊതുവേ ഒരു പക്ഷി നിരീക്ഷണം നിലയിൽ അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നു പോകുമ്പോൾ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എപ്പോഴും ചിലവാക്കാൻ പറ്റിയെന്നല്ല. ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലായിരിക്കും അവർ ആഗ്രഹം സാധിക്കാൻ വേണ്ടി. ഈ പക്ഷികളുടെ കൂട് വെക്കുന്നതിലേക്ക് എങ്ങനെയാണ് വന്നത്? കൂട് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ തിരുവനന്തപുരം കിഡ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പോകാറുണ്ട്. അങ്ങനെ ഉള്ള സമയത്ത് അവിടെ മുമ്പുണ്ടായിരുന്ന ഡയറക്ടറും പിന്നെ എക്കോ ടൂറിസത്തിലുണ്ടായിരുന്ന ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്നാണ് ബാബു രംഗ. അവരൊരു പ്രോജക്റ്റ് ബേഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ അവിടെ ബേർഡ് വാച്ചിൻ്റെ ക്ലാസ് എല്ലാം ഒരു ജസ്റ്റ് 1 ഡേ ക്ലാസ്സൊക്കെ ഞാൻ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകും. അതുമല്ല അവരുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് സൈഡിലൊക്കെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് ക്ലാസ്സൊക്കെ എടുക്കാൻ പോകും. ഡോക്ടർ രാജശ്രീ എത്തിയിരുന്ന സമയത്താണ്. അതെ ആ സമയത്താണ് ആ കിഡ്സിൽ നമുക്ക് ഈ പറയാമെന്ന് പറ്റും കുറേ കാര്യങ്ങൾ മാഡത്തിൻ്റെ കീഴിൽ ചെയ്യുകയുണ്ടായി. കാര്യം അത് വ്യത്യസ്തമായിട്ട് ഞാനത് കേരളത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റും കണ്ടിട്ടില്ല. അത് അങ്ങനെ ഒരു കാര്യം ചെയ്തത് കാര്യം ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞ സമയത്ത് അത് പെട്ടെന്ന് മനസ്സിലാക്കിയത് അംഗീകരിക്കുകയും ആ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കി എന്നുള്ളതാണ്. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. കാര്യം ഇപ്പോഴും കുറച്ച് കൂടുതൽ ഒരു അവിടെ തന്നെ പണിയത് കിഡ്സിന് ക്യാമ്പസിനകത്ത് തന്നെ നമ്മളൊരു 28 കൂട് വരെ വെച്ചു. ഈ കൂടുതലെല്ലാം പക്ഷികൾ കയറി എന്നുള്ളതാണ്. എല്ലാ പക്ഷികൾ കയറി കൂട് വെച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 ജനറേഷൻ ഓൾറെഡി പുറത്ത് പോയി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം മറയൂർ വെച്ചതാണ് കുറേ കൂടെ. അതായത് നമ്മൾ മറയൂർ മെയിനായിട്ട് നമ്മൾ നോക്കി വെച്ചതെന്ന് വെച്ചാൽ അങ്ങാടിക്കുരുവിക്ക് വേണ്ടി മാത്രമായിരുന്നു. അത് നമ്മുടെ മറയൂർ ഒരു കളക്ടറാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതും. പക്ഷെ ആ കൂടെല്ലാം ഭയങ്കര സക്സസ് ആയിരുന്നു. ഇന്ന് എല്ലാ കൂടിനകത്തും ഈ ഹൗസ് സ്പാരോ കൂട് വെച്ചു, മുട്ട വിരിഞ്ഞു. ഞാൻ ഈ ഇടയ്ക്ക് യാത്ര ചെയ്ത സമയത്തും കണ്ടായിരുന്നു. എനിക്ക് കണ്ട ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പണ്ട് ഈ കോട്ടയത്തൊക്കെ ആ മാർക്കറ്റിലെ ഒരു മൺകലം വെച്ചിട്ട് ഒരു ദ്വാരം ഇട്ടിട്ട് വെക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് കുരുവി അത് തന്നെയല്ലേ ഈ ഹൗസ്? അത് അങ്ങാടിക്കുരു അത് തന്നെയാണ് നമ്മൾ അതിനാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി നല്ല പ്രോജക്റ്റ് ചെയ്തു വെച്ചു. എല്ലായിടത്തും വളരെ സക്സസ് ആണ്. കാര്യം മാർക്കറ്റില് ലോറിയില് ഈ നമ്മുടെ ഈ അരിയും ഗോതമ്പൊക്കെ കൊണ്ടുവരുമ്പോ അത് പൊട്ടി താഴെ വീഴുന്നത് തിന്നാനായിട്ട് അതായിരുന്നു നമുക്ക് പഴയ കാലങ്ങളിൽ നമ്മുടെ അവിടെ വരുന്ന അരികളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരുടെ എല്ലാം ഒരു പ്രത്യേകതരം ഹൂക്കുണ്ട്, അറിയാലോ. ആ ഹൂക്ക് ഈ ചാക്കിന്റെ സൈഡിൽ പിടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഗ്രെയിൻസ് താഴെ വീഴും, ഉറപ്പായിട്ടും വീഴും. അത് വീഴുന്ന സമയത്ത് ഈ അങ്ങാടിക്കുരുവി എല്ലാം ഇതും കാത്തിരിക്കും. ഇവരിവിടുന്ന് പോയി കഴിയുമ്പോൾ എല്ലാവരും വന്ന് കഴിക്കുമായിരുന്നു. അന്ന് ഒരുപാട് ഈ അങ്ങാടിക്കുരുവികളെ കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ ഈ പണ്ടത്തെ ഈ മാർക്കറ്റ് ഏരിയയിലെല്ലാം ഈ ഓലപ്പുര ഉണ്ടായിരുന്നു. കലം ഇല്ലെങ്കിൽ പോലും ഇവർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക ഓലപ്പുരയൊക്കെ വെച്ച് കടയ്ക്ക് അത്യാവശ്യം ഓലക്കൂര മേഞ്ഞ കടകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂട് വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് കടകളെല്ലാം വികസിക്കുകയും കടകളെല്ലാം വളരെ സ്ട്രോങ് കോൺക്രീറ്റ് ബിൽഡിംഗ് ആയി മാറുകയും ഷട്ടറുടെയും ഗ്ലാസ് എല്ലാം വെച്ച് കയറി ഇതിനൊന്നും ഒരു സ്ഥലമില്ല. ഇൻ കേസ് ബിൽഡിംഗ് പണിത് കഴിഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു ഹോള് ഈ മേശന് ഇടുന്ന ഭാഗത്ത് ഒരു ലൈറ്റ് വെക്കാനോ വേറെ ഒന്നും വെക്കാൻ സ്ഥലത്ത് അത് വെക്കണ്ട എന്നൊരു തീരുമാനം തരുമ്പോൾ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഹൗസ് ഫയർ ഉണ്ട്. കാര്യം അതേ ഉള്ളൂ സ്ഥലം കൂട് വയ്ക്കാൻ. പക്ഷെ അതെല്ലാം കണ്ടിട്ടാണ് ഞാനൊരു ഈ വലിയ ഹൗസ് ഫയറൊക്കെ ഒരു വലിയ കൂടൊക്കെ ചെയ്ത് നമ്മളതിവിടെ വെച്ച് അതെല്ലാം ഭയങ്കര സക്സസ് ആയിരുന്നു. താങ്കളുടെ ഈ ഓലഞ്ഞാലി ഇതുപോലത്തെ കൂട്ടിക്കയറുന്ന ജീവിയാണോ? ഈ ഓലഞ്ഞാലി പൊതുവെ ഭയങ്കര രഹസ്യ സ്വഭാവമുള്ള അത് കൂട് വയ്ക്കുന്നത്. ഈ ഓലഞ്ഞാലി നമ്മൾ വെച്ച കൂടിനകത്ത് കയറത്തില്ല. കാര്യം നമ്മളിപ്പം ഞാൻ ഈ മെയിനായിട്ടും കൂട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോട്ടഡ് ഔട്ട്ലെറ്റ്, ജംഗിൾ ഔട്ട്ലെറ്റ് കയറാറുണ്ട്. അതെ. പിന്നെ നമ്മുടെ ബാണവള് അതിന് ഞാൻ കൂട് ചെയ്തു. ആ കൂടിനകത്ത് വളരെ സക്സസ് ആണ്. അത് കിഡ്സിനകത്താണ് വെച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ അതെനിക്ക് തോന്നുന്നത് നമ്മുടെ വൈലോപ്പള്ളി സംസ്കൃതി ഭവന്റെ അവിടെയെല്ലാം ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഈ അബേഡൻ ബിൽഡിംഗ് ആണ് ഇത് കൂടുതലും അത് സെലക്ട് ചെയ്യുന്നത്. കാര്യം അത്രയും ഒരു സേഫ് സോണാണ്. അത് വളരെ ക്വയറ്റായിട്ടിരിക്കും, ആരും ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതിന് പുറത്തൊരു കൂട് വെച്ച് കഴിഞ്ഞാൽ അത് കയറത്തില്ല. ഇത് ബിൽഡിങ്ങുമായിട്ട് ചേർന്ന് നമ്മൾ കൂട് വെച്ചാൽ മാത്രമേ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൈലന്റ് ട്രീ നത്തുന്ന സാധനം നമ്മളിവിടെ മിയാവാക്കി ഫോറസ്റ്റ് വെച്ചതിനുള്ളിൽ വന്നായിരുന്നു. ഇതിനകത്ത് കനകുന്നില്ല അത് വന്ന മരത്തിനിടെ ഇരിക്കുമായിരുന്നു. അവിടെ സ്ഥിരമായിരിക്കാറുണ്ട്. അത് 6 മാസം കഴിഞ്ഞാൽ മരം വളർന്ന് 6 മാസം ആയപ്പോഴത്തേക്ക് ഇത് വന്നു തുടങ്ങിയായിരുന്നു. അത് ഈ ഔൾസ് വന്നിരിക്കുന്ന ആ മരത്തിന് ഒരു പ്രത്യേകത കാണും. കാര്യം വളരെ
ശിഖരങ്ങൾ കൊണ്ട് കവർ ചെയ്ത് എല്ലാം മൂടിക്കിടക്കുന്ന കാര്യം മറ്റുള്ള പക്ഷികൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു പുതുമയാണ്. ഇപ്പം നമുക്ക് ഒരു പുറം രാജ്യത്തു നിന്നൊരു നമ്മൾ കാണാത്തൊരു ഗസ്റ്റ് വന്ന മട്ടാണ്. അപ്പോൾ ഈ കാക്കകളെല്ലാം ഇതിനെ ഡിസ്റ്റർബ്, മറ്റുള്ള പക്ഷികളെല്ലാം ഇതിനെ കൊത്തി ഓടിക്കാറുണ്ട്. ഇത് കൊത്തി ഓടിച്ചു കഴിഞ്ഞാൽ നേരെ പോയി കയറുന്നതെന്ന് വെച്ചാൽ ആൾക്കാരുടെ വീടുകളിലോ അല്ലെങ്കിൽ ആൾക്കാർ കളിക്കുന്ന സ്ഥലത്തായിരിക്കും. പിന്നെ ചില ആൾക്കാർ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. ചില ആൾക്കാരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിൻ്റെ ജീവിതം അവസാനമാവാനും ചാൻസ് ഉണ്ട്. ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊക്കെ ഓടിക്കയറുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ആ മുറി അടച്ചിടുക, രാത്രിയാകുമ്പോൾ മുറി തുറന്നിടുക. അത് അറിയാം എങ്ങനെ എന്ത് ചെയ്യണം, അത് പറന്ന് പൊയ്ക്കോളൂ, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട നമ്മൾ. അല്ല ഈ കരിയിലപ്പക്ഷി, ഈ കരിയിലപ്പക്ഷി ഈ പുഴുക്കൾ വരികയില്ല, അത് സത്യമാണ്. കാര്യം കരിയില ഈ ബാബ്ലേഴ്സ്, അതായത് നമുക്ക് കൂടുതലും നമ്മുടെ ഈ ഭാഗത്ത് കൂടുതലും കാണുന്നത് യെല്ലോ ബിൽഡ് ആണ്. പിന്നെ ഈ ഫോറസ്റ്റ് അടുത്ത് കാണുന്നതാണ് ജംഗിൾ ബാബ്ലേഴ്സ്. ഈ പക്ഷികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിതിനെ ഒരു 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. കാര്യം ഇത് എപ്പോഴും ശബ്ദിച്ച് ബഹളം ഉണ്ടായ കാര്യം നമ്മൾ ഈ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബഹളക്കാരെന്നുള്ളതല്ല, അവര് ഒരു സഹോദരിമാരുണ്ടെങ്കിൽ അവർ എപ്പോഴും വളരെ ആക്റ്റീവായി എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ച് ബഹളം വയ്ക്കുന്നത് പോലെയാണ് ഈ പക്ഷി. ഗ്രൂപ്പായിട്ടുണ്ടെങ്കിൽ എപ്പോഴും വളരെ ഒച്ചപ്പാട് കൂടിയുള്ള ഒരു നടത്തയാണ്. ഈ ഒച്ചപ്പാട് കൂടി നടക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ലെവലിൽ ഇത് ഫുഡ് നോക്കി നടക്കുന്ന സമയത്ത് ഇതിന് കുറച്ച് ഫുഡ് കിട്ടുകയും ചെയ്യും. ഇത് പറന്ന് നടക്കുന്ന സമയത്ത് വേറെ കുറച്ച് പ്രാണികൾ ഇത് പറന്നു പോകുന്ന സമയത്ത് വേറെ ബേഡ്സിന് കുറേ ഫുഡ് കിട്ടും. അങ്ങനെ സമയത്ത് ഒരു ഡിഫറെൻറ്റ് ഒരു ഫ്ലോക്കാണ്. ഈ ഫ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ഈ ഒരു ബേർഡിന്റെ ഫ്ലോക്ക് മാത്രമല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേർഡ്സ് ആ ഫ്ലോക്കിൽ കാണും. അപ്പോൾ ഇവർക്കെല്ലാം ഫുഡ് കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ചില പ്രശ്നക്കാര പക്ഷികളൊന്നും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. പക്ഷെ എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോസ്റ്റ് ഓഫ് ദ ബേർഡ്സ് ആർ റിയലി ഫ്രണ്ട്ലി വിത്ത് ഹ്യൂമൻസ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഈറ്റിംഗ് വാസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇൻസെക്ട്സ് ഫ്രം ദ ഫീൽഡ്. കീടബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിനൊരു പ്രധാനപ്പെട്ട ഒരു ബേർഡ്സ് ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ റോളർ എന്ന് പറഞ്ഞിട്ട്. ഉപ്പനല്ല, ഇന്ത്യൻ റോളർ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാൻ പറ്റും. ഈ പാഡി ഫീൽഡില് ഓപ്പൺ പ്രദേശങ്ങളിലൊക്കെയാണ് ഒരു പറന്നു പോകുമ്പോൾ നീല കളർ പക്ഷി, വളരെ വലിപ്പം കൂടി, ഒരു കാക്കയുടെ പകുതി വലിപ്പം വരും. ഇന്ത്യൻ റോളർ എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായ പറക്കും വളരെ കളർഫുള്ളാണ്. ആ പക്ഷി തന്നെയാണ് നമ്മളതിനെ അഗ്രികൾച്ചറിൽ അത് കർഷകന്റെ മിത്രം എന്നാണ് ആ പക്ഷിയെ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് പല ആൾക്കാരും സംസാരിക്കുന്നത്. അത് ഇതുപോലെയാണ്. ഈ ഒരുപാട് ഇൻസെക്ട്സിനെ ഫീൽഡിൽ നിന്ന് കഴിക്കുന്നുണ്ട്. എല്ലാ പക്ഷികളും കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 5 സെന്റ് സ്ഥലമുള്ള ഒരാൾക്ക് അയാൾക്കൊരു എന്താണ് പറയുക, ഒരു പക്ഷി വീടിന് ചുറ്റും വരണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മെയിനായിട്ടും പക്ഷികൾക്ക് ആഹാരം വേണം. അപ്പോൾ അതനുസരിച്ചുള്ള കുറച്ച് മരങ്ങൾ നട്ടു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സപ്പോർട്ടീവ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പം ഞാൻ ഡിസൈൻ ചെയ്ത കുറേ കൂടുകളുണ്ട്. അതിൽ നമ്മൾ ആ ലൊക്കേഷനിൽ ഏത് ബേർഡ്സാണ് കൂടുതൽ ആക്ടിവിറ്റി എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് സപ്പോർട്ടീവായിട്ടുള്ള ഒരു കൂട് വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ പക്ഷിയെ അവിടെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. പക്ഷി വരാനായിട്ട് താങ്കൾ എന്തൊക്കെ മരങ്ങളെ പറയുന്നത്? അതായത് മെയിനായിട്ടും ഫ്രൂട്ടിംഗ് ട്രീസ് തന്നെയാണ്. അതായത് നമ്മുടെ നാടൻ മരങ്ങൾ, അതായത് നമ്മൾ പ്രാചീനകാലം മുതൽ നമ്മുടെ വനപ്രദേശങ്ങളിൽ കാണുന്ന ഒത്തിരി ഫ്രൂട്ടിംഗ് ട്രീസുകളുണ്ട്. 5-8 ഒന്ന് പറയാമോ? അതായത് ഒന്ന് നമുക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില മരങ്ങൾ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കാലശേഷമായിരിക്കും അത് ചില ഫ്രൂട്ടിങ് തരുന്നത്. അല്ലെങ്കിൽ അവിടെ നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മുടെ അപ്പൂപ്പനപ്പൂപ്പന്മാരും നട്ട മരങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ കൂടെയാണ് പക്ഷികളെ കണ്ടു തുടങ്ങുന്നത് തന്നെ. ആക്ച്വലി നമ്മൾ നട്ടിട്ടല്ല, നമ്മുടെ പഴയ കാലത്തുള്ള ആൾക്കാർ നട്ട് വെച്ച് അത് ഫ്രൂട്ടിങ് എന്നാണ് നമുക്ക് തന്നു തുടങ്ങുന്നത്. അന്ന് പോലെയാണ് നമ്മൾ പക്ഷിയെ കൂടുതലും കാണാൻ തുടങ്ങുന്നത്. ഇപ്പോഴത്തെ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ഇപ്പോൾ ഒരുപാട് പുതിയ ടൈപ്പ് മരങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് ഗാർഡനിലും ഇപ്പോൾ പീനട്ട് ബട്ടറിന്റെ ഒരു മരം താഴെ കണ്ടായിരുന്നു. അത് നല്ലൊരു മരമാണ്. പക്ഷികൾ ഒരുപാട് കായ്ക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫലങ്ങൾ തരുന്ന ഒരു മരം. പപ്പായ നമുക്ക് നടാം. നമ്മുടെ നാടൻ ടൈപ്പ് പപ്പായ ഉണ്ട്, അത് ഒരുപാട് നട്ടു വയ്ക്കാം. അത് നട്ടു കഴിഞ്ഞാൽ അതിനകത്തൂടെ ഈ ഒത്തിരി ബേർഡ്സുകൾ വരും. പിന്നെ ഈ പേരമരം നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ ചിലയിടത്ത് പക്ഷികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതലും പക്ഷികൾക്കായിട്ട് ജാമ്പയ്ക്ക വയ്ക്കാം. പക്ഷെ എങ്കിലും വളരെ കൂടുതലായിട്ട് പക്ഷികൾ കഴിക്കാറുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്പ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഒരു ചെറിയ ഒരു നെറ്റിലാണ് നിൽക്കുന്നത്. അപ്പം ചില പക്ഷികൾ വന്ന് അതിനെ കൊത്തി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തുന്ന സമയത്ത് ജാമ്പ തറയെ വീഴും.
പിന്നെ ഇല്ലെങ്കിൽ ഇതിന് കൊത്തിയെടുത്ത് എവിടെയെങ്കിലും പോയി വച്ച് കഴിക്കണം. അപ്പോൾ ഈ വച്ച് പിടിച്ച് കഴിക്കുന്ന സ്വഭാവം എല്ലാ ബേഡ്സിനൊന്നും ഇല്ല, കുറച്ച് ബേഡ്സിനൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു പരിധി വരെ പിന്നെ അതിന്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ചില ബേഡ്സിന് ഇഷ്ടമല്ലായിരിക്കാം. കാര്യം വളരെ കുറച്ച് മാത്രമേ ഇതിനകത്ത് വരാറുണ്ട്. കൂടുതലും ഈ ചെറിയ വോർബ്ലേഴ്സ് വരാറുണ്ട്, പിന്നെ നമ്മുടെ സ്പൈഡർ ഹെഡ് എന്നുള്ള ബേഡ്സ് ഉണ്ട്, അതെല്ലാം വരാറുണ്ട്. കാര്യം ഈ ജാമ്പ പൂത്ത് കഴിയുന്ന ആ സമയത്തൊക്കെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഈ സ്പൈഡേഴ്സും മറ്റു തരത്തിലുള്ള ജീവികളൊക്കെ വരുമ്പോൾ ഇത് തിന്നാനും വേണ്ടിയെല്ലാം കൂടുതൽ വരാറുണ്ട്. അതാണ്. പിന്നെ ചില സമയങ്ങളിൽ മാത്രം ചിലപ്പോൾ ബാർബറ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്, എങ്കിലും കൂടുതൽ പക്ഷികൾ അത് എടുക്കുന്നത് ഞാനും കണ്ടിട്ടില്ല. അത് അപ്പോ പേര, പിന്നെ മാവും പ്ലാവും അല്ലേ? മാവും പ്ലാവും നടാം, പേര നടാം, പപ്പായ, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ. പിന്നെ നമ്മുടെ ഈ റോഡ് സൈഡിലും ചില ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡിലൊക്കെ ആൾക്കാർ ചെറി നടാറുണ്ട്. ചെറി, അതായത് ഒരു അമ്പർല ഷേപ്പിൽ വളരും, അതിൽ ചെറിയ ഫ്രൂട്ട്സ് ആണ്. പഴുക്കുന്ന സമയത്ത് നല്ല റെഡ് കളർ ആയിരിക്കും. അത് നട്ട് കഴിഞ്ഞാൽ വളരെ സപ്പോർട്ടീവാണ്. കാര്യം അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബേർഡ്സ്, സ്മോളസ്റ്റ് ബേർഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയും. അതായത് പെയിൽ ബിൽ ഫ്ലവർ പക്കർ, അത് അതിൽ വരും. പിന്നെ ഈ ബാർബറ്റ് വരും, ഏഷ്യൻ കോൾ വരും, ഈ നമ്മുടെ ഉപ്പൻ എന്ന് പറയുന്ന നമ്മുടെ സവിൻ കുക്കൾ അത് വരും. ഒരുപാട് ബേർഡ്സ്. അത് ഭയങ്കര ഒരു അതെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ഇവരൊക്കെ ഈ ചുമട്ട് തൊഴിലാളികളൊക്കെ അവരിയ്ക്കുന്നത് നല്ല ഷെയ്ഡുള്ളതാണ്, നല്ല ഷെയ്ഡ്. ഞാൻ എൻ്റെ വീട്ടില് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞല്ലേ വീടും പരിസരങ്ങളെല്ലാം ടൈൽസ് ഒക്കെ ഇട്ട് ഫില്ല് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ ഇത് പറ്റിയൊരു ചെടിയാണോ? സപ്പോർട്ട വെക്കാം. സപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രൂട്ട് ആയി കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് കിട്ടാനും ബേർഡ്സിന് കിട്ടാനും വലിയ പാടാണ്. കൂടുതലും നമ്മുടെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉള്ള ബാറ്റ്സ്, ഈ വവ്വാലുണ്ടല്ലോ, അവരാണ് ഇതിന്റെ കൂടുതലും എടുക്കുന്ന ആൾക്കാർ. അവര് വന്ന് മാക്സിമം അവിടുന്ന് അത് എടുത്തോണ്ട് പോകും. പക്ഷെ എനിക്കിവിടെ മറ്റേ വറുങ്ങിന്റെ വിത്തൊക്കെ വവ്വാലാണ് ഇവിടെ കൊണ്ടിട്ട് കിളിപ്പിച്ച്, ആറ്റിന്റെ തീരത്തുള്ള ഒരു സാധനം ഇവിടെ കിളിക്കുന്നുണ്ട്. അപ്പൊ അത് അവിടുന്ന് കൊണ്ടുവരുന്നതായിരിക്കണം. അങ്ങനെ പിന്നെ വേറെ ഏതെങ്കിലും അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും പക്ഷി അത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഈ വീട്ടിലേക്ക് പക്ഷികൾ വരിക. അല്ല, ഇപ്പം സാറ് പറയുന്നത് നമ്മള് ഒരുപാട് പേരെ പക്ഷിയെ എങ്ങനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാറ് വളരെ ആഗ്രഹത്തോട് നിർമ്മിച്ചെടുത്ത ഈ കാട് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. കാര്യം മരങ്ങൾ വീടിന്റെ പരിസരത്ത് ഒരുപാടായി കഴിഞ്ഞാൽ പക്ഷികൾ അവിടെ വരും. കാര്യം പക്ഷികൾക്ക് വന്ന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് വൃക്ഷങ്ങളാണല്ലോ. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു പാർക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിച്ചാൽ മതി. നമ്മൾ ഒരുപാട് മരങ്ങൾ നട്ട് ഫ്രൂട്ടിങ് ട്രീസ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബേർഡ്സോടെ വരും. കാര്യം എന്ന് പറഞ്ഞാൽ അത് നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ തന്നെ അറിയാലോ, വീട്ടിലേക്കൊന്ന് ബോർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു ലൊക്കേഷനിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് പറയും പോലെ ആയിരിക്കും നമ്മൾ മരങ്ങൾ നട്ട് കഴിഞ്ഞാൽ ഈ ബേർഡ്സൊക്കെ അവിടെ വരുന്നത്. കാര്യം ഇല്ല, മരങ്ങളില്ല സിറ്റിയിൽ ഒരിടത്തില്ല. ഈവൻ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മാവോ പ്ലാവോ നിന്നാൽ പോലും മുറിച്ചു കളയുന്നൊരു കാലഘട്ടമാണ്. കാര്യം തൂക്കാൻ ബുദ്ധിമുട്ടാണ്, പണിക്കാരെ വെക്കണം, എല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ എന്തെങ്കിലും ഒരു എഫർട്ട് എടുത്താലേ നമുക്കൊരു എഫർട്ട് തിരിച്ചു കിട്ടത്തുള്ളൂ. പണ്ട് ഈ ആഞ്ഞിലിയൊക്കെ ഇവിടെ ഉണ്ട് കുറെ ആഞ്ഞിലി പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പക്ഷി വരുന്നു. അയ്യോ, ആഞ്ഞിലി ബെസ്റ്റാണ്, ഫ്രൂട്ടിംഗ് ട്രീയിൽ ബെസ്റ്റാണ്. കാര്യം ഒരുപാട് ബേർഡ്സ് ഇപ്പൊ വനാതിർത്തിയിലാണെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ഹോൺബിലിനെ കാണാം, മലബാർ ഗ്രേ ഹോൺബിലിനെ കാണാം, ഒത്തിരി ബേർഡ്സ് ഫോറസ്റ്റിൽ കാണുന്ന വളരെ നല്ല ബേർഡ്സുകൾ, വളരെ കളർഫുൾ ഉള്ള ബേർഡ്സിനെ എല്ലാം കാണാം. പിന്നെ കിളിഞ്ഞാവൽ എന്ന് പറഞ്ഞ ചെറിയൊരു സാധനം ഉണ്ട്. അത് നല്ല ബെസ്റ്റാണ് ബേർഡ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. അത് നട്ടാലും ഞാൻ ആ പേര് പറയാൻ വിട്ടുപോയി. അത് നട്ട് കഴിഞ്ഞാൽ ബെസ്റ്റാണ്. അത് നട്ട് കഴിഞ്ഞാലും ഒരുപാട് ബേർഡ്സിനെയൊക്കെ നമുക്ക് നമ്മുടെ ഫീൽഡിൽ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബുൾബുൾസ്. താങ്കൾ പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്തിന്റെ ഒരു പരിമിതി നോക്കണ്ട, വീടിന് ചുറ്റും ഒരു 5 സെന്റ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറെ മരങ്ങൾ നിറയെ വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾ ധാരാളം നമുക്കും ഗുണമുണ്ടാവും. കാര്യം അത്യാവശ്യം നമുക്കും കുറച്ച് ഫ്രൂട്ട്സ് കിട്ടും, ബേർഡ്സിനും കൊടുക്കാം, നമ്മളെ വീടിന് നല്ലൊരു തണൽ കിട്ടും, നമ്മളെ ഒരു പ്രകൃതിയുടെ ഒരു സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ നന്ദി. അപ്പോൾ കൂടുതൽ വേണ്ട ആളുകളോട് താങ്കളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയാം. എന്തായാലും ഞങ്ങൾ ഈ കൂടുതലൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ. നമുക്ക് ഈ കൂടുതൽ വെക്കുക, ഉറപ്പായിട്ടും പക്ഷികൾ കയറും. കൂട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഉടനെ പക്ഷികൾ കയറുമോ എന്ന് പഠിക്കും. കാര്യം വെച്ചാൽ എന്നും നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും നമ്മളൊരു വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിൽ കൂടെ നമ്മളെ നിരീക്ഷിക്കണം. ബേർഡ്സ് അല്ല, നമ്മൾ അതിനെ സഹായിക്കാനാണോ അതിനെ നശിപ്പിക്കാനാണോ എന്നുള്ള അറിയണം. കാര്യം
വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പം സാറ് ഈ കാണിക്കുന്ന രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് വന്നത്. അപ്പോൾ എന്തായാലും അത് നല്ലൊരു വിജയമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം നമ്മളാ പക്ഷികളെ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നത് അല്ലേ? അതെ 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 നമ്മൾ ഈ കൂട് വെച്ചിട്ട് നമ്മൾ കുറേ ദിവസം കഴിഞ്ഞാലും നമ്മൾ ആ കൂടിൻ്റെ ഭാഗത്തേക്ക് പോവുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ ദിവസം വന്നു പോയി നിരീക്ഷിച്ചിരുന്നിട്ട് ഒരു ദിവസം പതുക്കെ നമ്മൾ ആരും കാണാത്ത സമയത്ത് ഇതിനകത്ത് കയറി കൂടിൻ്റെ രീതികളൊക്കെ നോക്കി എല്ലാം പിന്നെ കൂടുതൽ ചെയ്യുന്ന സമയത്ത് ബേഡിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൂടിനകത്ത് ബേഡ്സ് കയറി അതിനൊരു ഒരു ഫൗണ്ടേഷൻ പണിയാനും ഒരു കംഫർട്ട് സോൺ കിട്ടാനും വലിയ പാടാണ്. ഓരോ പക്ഷിക്ക് ഓരോ വലിപ്പമാണ്, പോകാനും ആ എൻട്രൻസ് കണക്കായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പക്ഷിയകത്ത് ഉദ്ദേശിച്ച പക്ഷിയെ കയറുള്ളൂ. നമ്മളിപ്പോൾ വലിയ ഹോളിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ പക്ഷി കയറി കൂട് വെച്ച് മുട്ടയിട്ട് കുഞ്ഞിനെ വിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ വലിയ പക്ഷികളൊന്ന് കുഞ്ഞിനെടുത്തുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് ഒരു കൂട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം സംരക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എൻട്രൻസിന്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പക്ഷി ഈ പല പക്ഷികളും ഇങ്ങനെ അകത്തിരുന്നിട്ട് തല വെളിയിലോട്ട് അതനുസരിച്ചുള്ള അതായിരിക്കും ഈ തല വെളിയിൽ ഈ ഹോള് വരുന്ന സമയത്ത് തല വെളിയിൽ ഇടുന്ന ഒരു പൊസിഷൻ ആ ഒരു വലുപ്പത്തിൽ ചെയ്യുമ്പോൾ പ്രത്യേകം കൂട് വച്ച് മുട്ടയിട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ വന്ന് എത്തി നോക്കുന്ന കൂടുതലും കുഞ്ഞുങ്ങളാണ്. പാരന്റ്സ് എപ്പോഴും ഫുഡ് കൊണ്ടുവരും. ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ ബേഡ്സിനെ പിടിക്കുന്ന വേറെ ബേഡ്സുകളുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് തല അകത്തേക്ക് വലിച്ചാൽ മതി. കാര്യം ഈ വന്ന പക്ഷിക്ക് അകത്തോട്ട് പോകാനും പറ്റത്തില്ല. നമ്മൾ അതിന്റെ എൻട്രൻസിന്റെ വലിപ്പം വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടി കൂടി ചെയ്യുന്നത്. അപ്പം പക്ഷിയെക്കുറിച്ച് അടുത്തറിഞ്ഞ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും കുറേ അധികം കാര്യങ്ങൾ മനസ്സിലായി. കുറേ പേര് ഇത് പ്രയോഗിച്ച് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സതീഷിൻ്റെ ഈ സേവനം ഒരു വലിയ ഇത് തന്നെയാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് കാണാം. ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. അല്ല അത് വയ്ക്കുക, അത് നമ്മൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. കാര്യം ഇന്ന് സിറ്റികളെല്ലാം വനമേഖലകളും അതായത് നമുക്ക് വനമേഖലകളും അതായത് വൃക്ഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലുള്ള കൂടുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മരപ്പൊത്തിനകത്ത് കിടന്ന കൂട് പക്ഷികൾക്ക് മാത്രം കൂട് വെച്ചാൽ മതി. ബാക്കിയുള്ള പക്ഷികൾ നമ്മൾ വെച്ചാലും കൂട് വയ്ക്കത്തില്ല. ഇത് കയറും, കൂട് വയ്ക്കും. അതിന് നല്ലൊരു വീട് നമ്മളെ നിർമ്മിച്ചു കൊടുക്കാനും പറ്റും. നമുക്ക് ഒത്തിരി പക്ഷികളെ ഇനിയും വരും തലമുറക്കും കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, അതായത് മരപ്പൊത്തുകളിൽ വെക്കുന്ന പക്ഷികളെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഈ കൂട് ചെയ്യുന്നത്. ഓക്കെ. അല്ലാത്ത പിന്നെ രണ്ടാമത് ചെയ്യാവുന്ന കാര്യം ഈ ബേഡ്ചെറി പോലെ ഭക്ഷണം കൊടുക്കുന്ന മരങ്ങൾ ബേഡ്ചെറി വയ്ക്കുക. നമുക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു വലിയ പോട്ടൊക്കെ നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനും കുളിക്കാനും പറ്റുന്ന സൗകര്യത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അവർ കുറച്ച് ദിവസം നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിസരത്ത് എന്നും ബേഡ്സ് കാണും. അവർക്ക് ധൈര്യമാണ്. കാര്യം നമ്മൾ അതിനെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റിയതിൽ സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. എന്തായാലും എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചതിന് വളരെയധികം സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും നമുക്ക് കാണണം. എന്തായാലും നമ്മുടെ പ്രോജക്റ്റ് മുൻപോട്ട് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തോടുകൂടി വളരെ സന്തോഷം.